ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ് ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഈ തേർഡ് മൊഡ്യൂളിൽ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പല ഐഡിയാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പലർക്കും പല ഐഡിയാസ് ആയിരിക്കും. പല ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചും പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഐഡിയാനെ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രൊജക്റ്റിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിലോട്ട് മാറ്റുന്നത് എന്നുള്ള കാര്യം, ആ പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൊജക്റ്റ് എന്താണെന്നുള്ളത്. ഈ പ്രൊജക്റ്റ് ഈസ് ദ വെരി ഫൗണ്ടേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഹെൻസ് ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ആൻ എൻ്റർപ്രൈസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ പ്രൊജക്റ്റ്. അപ്പം ഒരു എൻ്റർപ്രൈസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിയൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്രൊജക്റ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബിസിനസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ഫെയിലിയർ അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് ഈ പ്രൊജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റിലോട്ട് ലീഡ് ചെയ്യും. എന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊജക്റ്റ്, ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രൊജക്റ്റ് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളതാണെങ്കിലോ നമ്മുടെ ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ളൊരു ഫ്ലോപ്പിനത് കാരണമാകും. ഈ പ്രൊജക്റ്റ് ഈസ് എ സ്കീം, ഡിസൈൻ, എ പ്രൊപ്പോസൽ ഓർ സംതിങ് ഇൻറ്റൻറ്റഡ് ഓർ ഡിവൈസ്ഡ് ടു ബി അച്ചീവ്ഡ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു സ്കീമായിരിക്കാം, ഒരു ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ ആയിരിക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അതിനെ സംബന്ധിച്ചുള്ളൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്കീമിനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നു. നോക്കിയേ, വേൾഡ് ബാങ്കിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. എ പ്രൊജക്റ്റ് ഈസ് ആൻ അപ്രൂവൽ ഓഫ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു ഡെവലപ്പ് ഫെസിലിറ്റീസ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നതിനെയാണ്, ആ ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്യുന്നതിനായിട്ടുള്ള അപ്രൂവലിനെയാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു മാനുഫാക്ചറിങ് കൺസേൺ അല്ലെങ്കിൽ ഒരു സർവീസ് കൺസേൺ തുടങ്ങുന്നതിനായിട്ടുള്ള ക്യാപിറ്റൽ അപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖേനെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല സോഴ്സിൽ നിന്ന് ഫിനാൻസ് കിട്ടത്തുള്ളൂ. അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാവശ്യമുള്ള ഫിനാൻസ് അല്ലെ ക്യാപിറ്റലിന് വേണ്ടിയുള്ള അപ്രൂവലിനെയാണ് ശരിക്കും പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അവിടെ ഒന്നിലധികം ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ വേൾഡ് ബാങ്കിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി എന്തൊക്കെയാണ് പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോക്കിക്കേ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് എവരി പ്രൊജക്റ്റ്. വിത്തൗട്ട് ക്യാപിറ്റൽ നോ പ്രൊജക്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ എല്ലാ പ്രൊജക്റ്റിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇൻ എ പ്രൊജക്റ്റ് ക്യാപിറ്റൽ ഈസ് നീഡഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, റോ മെറ്റീരിയൽ, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ് ടു എംപ്ലോയീസ് എക്സെട്ര. ഇറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ദ സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. പറഞ്ഞിരിക്കുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ് മേടിക്കാനാവട്ടെ, അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കാനാവട്ടെ, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ എംപ്ലോയീസിന് സാലറീസ് വേജസ് കൊടുക്കാൻ, ഇങ്ങനെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടേ ആവശ്യമുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രൊജക്റ്റിൻ്റെയും ഇന്നെവിറ്റബിൾ പാർട്ട് എന്ന് പറയുന്നത് തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത് അപ്രൈസൽ ഓഫ് എക്കണോമിക് വയബിലിറ്റി. എക്കണോമിക് വയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആകാൻ കഴിവുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് നേടാൻ കഴിവുള്ള രീതിയായിരിക്കണം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്കലി വയബിൾ ആയിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ അഫക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓൺട്രപ്രണർ ആൻഡ് ദ നേഷൻ അഡ്വേഴ്സ്ലി. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് എക്കണോമിക്കലി വയബിൾ അല്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺട്രപ്രണേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ തന്നെ അത് ബാധിക്കും. അല്ലെങ്കിൽ ടോട്ടൽ ഒരു നേഷൻ, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ലോസിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ തന്നെ അത് ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവരി പ്രൊജക്റ്റ് ഷുഡ് ഗീവ് എ റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ ടു ദി ഇൻവെസ്റ്റർ. അപ്പോൾ എല്ലാ പ്രൊജക്റ്റിനെ സംബന്ധിച്ചും എല്ലാ പ്രൊജക്റ്റും ഒരു റീസണബിൾ
ആയിട്ടുള്ള റിട്ടേൺ ഓണ്ടർപ്രണേഴ്സിന് കൊടുക്കുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ് കവർ ചെയ്യാനുള്ള രീതിയിലൊരു പ്രോഫിറ്റ് കൊടുക്കുന്ന പ്രൊജക്റ്റുകളായിരിക്കണം ഒരു ഓണ്ടർപ്രണർ സെലക്ട് ചെയ്യേണ്ടത്. സ്കേഴ്സ് റിസോഴ്സ് ഷുഡ് നോട്ട് ബി വേസ്റ്റഡ് ഓൺ നോൺ വയബിൾ യൂണിറ്റ്. അപ്പോൾ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൗർലഭ്യമുള്ള റിസോഴ്സസ് ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതെല്ലാം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ദെൻ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ജനറേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അടുത്ത പ്രൊജക്റ്റിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഗുഡ്സും സർവീസസും അല്ലെങ്കിൽ പ്രോഡക്റ്റ് സർവീസും ജനറേറ്റ് ചെയ്യുക. Every project aims at the production of goods and services. This product must be useful to the society either directly or indirectly. ഇപ്പോൾ എല്ലാ ബിസിനസ്സിനെ സംബന്ധിച്ചും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കും സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ആയിരിക്കും. അപ്പം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനെ ജനറേറ്റ് ചെയ്യുന്നതാണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓണ്ടർപ്രണേഴ്സ് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ്. ഇനി ഫോർത്ത് വൺ, അപ്പം നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താണ്, നമ്മൾ സാധാരണ രീതിയിലത്തെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന റിട്ടേൺ ഡോക്യുമെൻ്റ് ഒന്നും അല്ല പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഓണ്ടർപ്രണേഴ്സ് വ്യൂവിൽ അല്ലെങ്കിൽ EDPയുടെ വ്യൂവിൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഓണ്ടർപ്രണർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെയാണ് പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് നമുക്കിവിടെ EDPയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അടുത്തൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപക്ഷെ ചിലപ്പം റിസോഴ്സസ് ഒരുപാടുണ്ടായിരിക്കും, ചിലപ്പോൾ സ്കേഴ്സ് ആയിരിക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് അത് സ്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാടുള്ളതാണെങ്കിലും ഏറ്റവും പ്രോപ്പറായിട്ട് പ്രോഫിറ്റബിളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രൊജക്റ്റിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം വേസ്റ്റേജ് ഒഴിവാക്കി ഏറ്റവും മിനിമം രീതിയിൽ കോസ്റ്റ് ആക്കാൻ പോലെ. അപ്പം മിനിമൈസേഷൻ ഓഫ് വേസ്റ്റേജ് ആൻഡ് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ഇതായിരിക്കണം ഒരു പ്രൊജക്റ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റും റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം വേസ്റ്റേജ് ഉണ്ടാകാതെ നോക്കി ചെയ്യുക. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ടൈം ഷെഡ്യൂൾ. ഇൻ എവറി പ്രൊജക്റ്റ് ദർ ഷുഡ് ബി എ ടൈം ഷെഡ്യൂൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. വിത്തൗട്ട് എ ടൈം ഷെഡ്യൂൾ വി കാനോട്ട് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദി പ്രൊജക്റ്റ്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻ എവരി പ്രൊജക്റ്റ് ദർ ഷുഡ് ബി എ ടൈം ഷെഡ്യൂൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോപ്പർ ടൈം ഷെഡ്യൂൾ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ പ്രൊജക്റ്റിൻ്റെ ഓരോ സ്റ്റേജിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ വെക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ എപ്പോഴാണ് അതിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴത് മാർക്കറ്റിൽ എത്തിക്കണം, എപ്പോഴതിന് ഒരു റീസണബിൾ റിട്ടേൺ കിട്ടാൻ തുടങ്ങണം. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി പാർട്ട് ഒരു ടൈം ഷെഡ്യൂൾ ഫോളോ ചെയ്താൽ മാത്രമാണ് ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇനി 6 വൺ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി. Profit is the prime motive of every business. So a project must aim at earning profit by satisfying the needs of the customers. Profit maximization and customer satisfaction are the twin objectives of a project. അപ്പം അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എവറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സിൻ്റെയും പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ലെങ്കിൽ അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് എല്ലാ പ്രൊജക്റ്റുകളും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഇത് രണ്ടുമായിരിക്കണം എല്ലാ പ്രൊജക്റ്റിൻ്റെയും പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ കസ്റ്റമറിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ്. എ പ്രൊജക്റ്റ് ഹാസ് എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടു അച്ചീവ് വിതിൻ എ ഡിസ്റ്റിങ്ക്റ്റ് ടൈം, കോസ്റ്റ് ആൻഡ് ടെക്നിക്കൽ പെർഫോമൻസ്. അപ്പം എവരി പ്രൊജക്റ്റ് ഷുഡ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ്. എല്ലാ പ്രൊജക്റ്റിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, അറ്റൈൻ ചെയ്യാനായിട്ടൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എയിം ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഈ ഒബ്ജക്റ്റീവിനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ, പറഞ്ഞിരിക്കുന്ന കോസ്റ്റിനുള്ളിൽ, പറഞ്ഞിരിക്കുന്ന ടെക്നോളജിക്കുള്ളിൽ വെച്ച് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതുമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ബിസിനസ് അതിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് വിതിൻ ദ ടൈം, വിതിൻ ദ കോസ്റ്റ് ആൻഡ് വിതിൻ ടെക്നിക്കൽ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ലാസ്റ്റത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റി.
എ പ്രൊജക്റ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ ആക്ടിവിറ്റി, വേരിയസ് ഡിസ്കഷൻ, സർവേസ് ആൻഡ് സ്റ്റഡീസ് ഹാവ് ടു ബി കണ്ടക്റ്റഡ് ബിഫോർ ഫിക്സിങ് എ പ്രൊജക്റ്റ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പല ആക്ടിവിറ്റിയുടെയും ഒരു എൻഡ് റിസൾട്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പല സർവേസ് ഉണ്ടായിരിക്കും, അതുപോലെ പല ഡിസ്കഷനും പല സ്റ്റഡീസിന് ശേഷമായിരിക്കും നമുക്കൊരു പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്രമാണ് പല ആക്ടിവിറ്റികളുടെയും ഒരു കോമ്പിനേഷനാണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റിക്കുള്ളിൽ ഡിസ്കഷൻസും സർവേസും അതുപോലെ വേരിയസ് സ്റ്റഡീസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റികളുടെയും കൂടി ഒരു ആകെത്തുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ഇത്രയൊക്കെയാണ്. ഇനി അടുത്തായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7 ക്ലാസിഫിക്കേഷനും അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം, എന്തൊക്കെ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ പല ഓതേഴ്സും പല അതോറിറ്റീസും പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് പ്രൊജക്റ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 7 ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 കാറ്റഗറീസാണ് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ക്വാണ്ടിഫയബിൾ ഉണ്ട്, അതുപോലെ തന്നെ നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്ട്സ് ഉണ്ട്, സെക്ടറൽ പ്രൊജക്റ്റ്, ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ്, അതുപോലെ അർജൻസി ഓഫ് എക്സിക്യൂഷൻ വെച്ചിട്ട് നമ്മൾ നോർമൽ പ്രൊജക്റ്റിൽ നിന്ന് ക്രാഷ് പ്രൊജക്റ്റും ഡിസാസ്റ്റർ പ്രൊജക്റ്റും തിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ്, സർവീസ് ഓറിയൻറ്റഡ്, അതുപോലെ നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് എഴുതി തന്നെ പഠിക്കുക. പ്രൊജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ സാധാരണ ഇതിൽ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചു പോകുക. നമുക്ക് ഓരോന്ന് നോക്കാം. ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ്, project in which a reasonable quantitative assessment of the benefit can be made are known as quantifiable project. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളെയാണ് ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് കൺസേൺ വിത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, പവർ ജനറേഷൻ, മിനറൽ ഡെവലപ്മെൻറ്റ് എക്സെട്ര ആർ ഫോമിങ് പാർട്ട് ഓഫ് ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ്. അപ്പം നമുക്ക് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് പവർ ജനറേഷൻ ഇത്ര യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ മിനറൽ ഡെവലപ്മെൻറ്റ് ഇത്ര ടൺ മിനറൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലോ ഇത്ര പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു, അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റിന് ഉള്ള ഉൽപ്പാദിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ പറയാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന, അസസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളെയാണ് ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് വിച്ച് ആർ അസസ്ഡ് ബൈ ക്വാണ്ടിറ്റിയിൽ അസസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ രണ്ടാമത്തെ അപ്പം എന്തായിരിക്കും? നോൺ ക്വാണ്ടിഫയബിൾ എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റിയിലൊന്നും മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് ആർ ദോസ് ഓൺ വിച്ച് സച്ച് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. പ്രൊജക്റ്റ് ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഡിഫൻസ് എക്സെട്ര. അപ്പം എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകളാണെങ്കിൽ, അതുപോലെ ഹെൽത്ത് മിനിസ്ട്രിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകളാണ്, ഒരിക്കലും നമുക്കത് ക്വാണ്ടിറ്റിയിൽ പറയാനായിട്ട് പറ്റില്ല. അതൊക്കെ ക്വാളിറ്റിയിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത തരം പ്രൊജക്റ്റുകളാണ് ക്വാണ്ടിഫയബിൾ അല്ലെങ്കിൽ നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് പ്രൊജക്റ്റ് എന്നും പറയും. അപ്പോൾ ഇതിൽ വരുന്ന എക്സാമ്പിൾ എഡ്യൂക്കേഷൻ്റെ ബേസ് ചെയ്തിട്ട്, ഹെൽത്ത് ബേസ് ചെയ്തിട്ടൊക്കെ, അല്ലെങ്കിൽ ഡിഫൻസ് പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലൊക്കെ ഉള്ളത്, ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ ഒരിക്കലും പറയാനായിട്ട് അല്ല മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് സെക്ടറൽ പ്രൊജക്റ്റ്. ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ദ സെക്ടർ ക്ലാസിഫിക്കേഷൻ. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ടർ വൈസായിട്ട് അവർ പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, ഇപ്പോൾ കൃഷിയുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊജക്റ്റുകൾ, കാർഷികമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വരുന്ന പ്രൊജക്റ്റുകളാണ് ഒന്നാമത്തെ കാറ്റഗറി വരുന്നത്. രണ്ടാമത്തെ ഇറിഗേഷൻ ആൻഡ് പവർ സെക്ടർ, ജലസേചനവും അതുപോലെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ടർ പ്രൊജക്റ്റുകൾ. ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് മൈനിങ് സെക്ടർ, ഇൻഡസ്ട്രിയായിട്ടും ഖനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകൾ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ, ട്രാൻസ്പോർട്ടേഷനുമായിട്ടും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ടർ പ്രൊജക്റ്റ്. സോഷ്യൽ സർവീസ് സെക്ടർ ആൻഡ് മിസലേനിയസ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ കീഴിൽ പ്രൊജക്റ്റിനെ അവർ തിരിച്ചിരിക്കുന്ന അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറും, അതുപോലെ ജലസേചനമായിട്ടും പവറുമായിട്ട് ബന്ധപ്പെട്ട സെക്ടർ. തേർഡ് വൺ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ടർ, സോഷ്യൽ സർവീസ് സെക്ടർ, അതുപോലെ മിസലേനിയസ് സെക്ടർ. ഇത്രയാണ് സെക്ടർ പ്രൊജക്റ്റിൻ്റെ കീഴിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി എന്നൊന്ന് ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റുകൾ. ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡ് ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ സച്ച് ആസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർ ലേബർ ഇൻറ്റൻസീവ്. അപ്പം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊജക്റ്റ് ഉണ്ട്, അതുപോലെ ലേബർ ഇൻറ്റൻസീവ് പ്രൊജക്റ്റ് ഉണ്ട്, അതുപോലെ
കോസേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിമാൻഡ് ബേസ്ഡ് ഓർ റോ മെറ്റീരിയൽ ബേസ്ഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ, ലാർജ് സ്കെയിൽ, മീഡിയം സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ. അപ്പം ടെക്നോ എക്കണോമിക്കിനെ വെച്ചിട്ട് മെയിനായിട്ട് 3 തിരിച്ചിട്ടുണ്ട്: ഫാക്ടർ ഇൻറ്റൻസീവ്, അതുപോലെ തന്നെ കോസേഷൻ ഓറിയൻറ്റഡ്, ദെൻ മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ്. ഈ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാക്ടർ, ഇപ്പോൾ ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റുകളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മെഷീനറിക്കാണ് കൂടുതൽ നമുക്ക് ആവശ്യമെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊജക്റ്റ് എന്നും, അതുപോലെ നമുക്ക് മാൻ പവറാണ് കൂടുതൽ വരുന്നതെങ്കിൽ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് പ്രൊജക്റ്റ് എന്നും അറിയപ്പെടുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ടർ ഇൻറ്റൻസിറ്റി. ദെൻ അടുത്ത കോസേഷൻ ഓറിയൻറ്റഡ്, കാര്യകാരണ സഹിതം ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ. കോസ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണങ്ങൾ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡിമാൻഡ് ബേസ്ഡും അതുപോലെ തന്നെ റോ മെറ്റീരിയൽ ബേസ്ഡ്. അപ്പം ഡിമാൻഡ് ബേസ്ഡാണ്, നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിമാൻഡ് കൂടുതലുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡിമാൻഡ് ബേസ്ഡ് പ്രൊജക്റ്റ് എന്നും, അതുപോലെ റോ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയലിനെ ബേസ് ചെയ്ത് നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ വെച്ച് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽ ബേസ്ഡ് പ്രൊജക്റ്റ് എന്നും പറയുന്നു. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാലോ, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ലാർജ് സ്കെയിൽ, മീഡിയം സ്കെയിൽ ആൻഡ് സ്മോൾ സ്കെയിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ് അല്ലെ ടെക്നോളജിക്കലി അല്ലെ എക്കണോമിക്കലി ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി 5th ആണ് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ അർജൻസി ഓഫ് ദി എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ അർജൻസി വെച്ചിട്ട്. നോർമൽ പ്രൊജക്റ്റ് ഉണ്ട്, ക്രാഷ് പ്രൊജക്റ്റ് ഉണ്ട്, ഡിസാസ്റ്റർ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം എന്തോരം വേണം, ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം വേണം, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ പോകുന്നത്. നോർമൽ പ്രൊജക്റ്റ്, adequate time is allowed for implementation on this type of project. Such project require minimum capital cost. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ടൈം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ലെസ് കോസ്റ്റ് മതി അല്ലെങ്കിൽ ലെസ് ക്യാപിറ്റൽ മതി ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനെങ്കിലും അത് നമ്മൾ നോർമൽ പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നു. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ക്രാഷ് പ്രൊജക്റ്റ്. Such projects require additional capital cost to save time. The contractors are paid extra money to save time. ഇപ്പോൾ ക്രാഷ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ക്യാപിറ്റലും കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന വിത്തിൻ ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് തീർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കൂടുതൽ അഡീഷണൽ ക്യാപിറ്റൽ വെച്ചിട്ട് ടൈം സേവ് ചെയ്ത് മാക്സിമം ടൈം സേവ് ചെയ്ത് നമ്മൾ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റുകളാണ് ക്രാഷ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസാസ്റ്റർ പ്രൊജക്റ്റ്. Whatever required to save time is allowed to in this project. This type of project require very high capital cost but the project time is considerably reduced. ഡിസാസ്റ്റർ പ്രൊജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെരി ലോ ടൈമിനുള്ളിൽ വളരെ കുറച്ച് ടൈമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഡിസാസ്റ്റർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ക്യാപിറ്റൽ വേണോ അത്രത്തോളം ക്യാപിറ്റൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കും. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈ ഡിസാസ്റ്റർ പ്രൊജക്റ്റിന് ആവശ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി ഒക്കെ വരുമ്പോൾ അങ്ങനെയുള്ള അവരെ സേവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ അതൊക്കെ ഡിസാസ്റ്റർ പ്രൊജക്റ്റിനകത്ത് വരും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ടൈം ലിമിറ്റിനുള്ളിൽ ഏറ്റവും ടൈം സേവ് ചെയ്തുകൊണ്ട് ഏറ്റവും ടൈം ലാഭിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട പ്രൊജക്റ്റുകളാണ് ഡിസാസ്റ്റർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ക്യാപിറ്റൽ കൂടാതെ ഹ്യൂജ് ക്യാപിറ്റൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറക്കുന്നുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന 6ാമത്തെ കാറ്റഗറി പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷനാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഓൾ ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫൈ ദ പ്രൊജക്റ്റ് അക്കോർഡിംഗ് ടു ദർ ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ദ പർപ്പസ് ഫോർ വിച്ച് ദ പ്രൊജക്റ്റ് ഈസ് ബീങ് ടേക്കിംഗ് അപ്പ്. അപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ പ്രൊജക്റ്റുകൾ നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ളൊരു ഒബ്ജക്റ്റീവിനോട് കൂടി ഉണ്ടാക്കിയേക്കുന്ന പ്രൊജക്റ്റുകളാണ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ പ്രൊജക്റ്റും മോഡേണൈസേഷൻ പ്രൊജക്റ്റ് അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊജക്റ്റ് പുതിയ എക്കണോമിക്കൽ അല്ലെ പ്രോഫിറ്റബിലിറ്റി കൂടുന്ന രീതിയിലുള്ള പുതിയ പ്രൊജക്റ്റുകൾ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാലോ എക്കണോമിക്കലായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നുമില്ല, നോൺ എക്കണോമിക് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്ട്സ് ഇൻക്ലൂഡ് വെൽഫെയർ പ്രൊജക്റ്റ്, സർവീസ് പ്രൊജക്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ്. അപ്പം വെൽഫെയർ ക്ഷേമ പദ്ധതികൾ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുകളൊക്കെ സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റിനകത്താണ് വരുന്നത്, നോൺ എക്കണോമിക് യൂസിന് വേണ്ടിയിട്ടുള്ളത്. ഇനി 7th കാറ്റഗറി പറഞ്ഞ നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ്.
എന്തിനു വേണ്ടിയിട്ടാണോ പ്രൊജക്റ്റ് ഫോം ചെയ്യുന്നത് അങ്ങനെയുള്ള ഓരോ ആവശ്യം അനുസരിച്ച് പർപ്പസ് അനുസരിച്ച് പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഹൗവർ പ്രൊജക്റ്റ് ഓഫ് നോൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ഹാവ് ഡിഫറെൻറ്റ് മിഷൻ ഡയറക്റ്റഡ് ടുവാർഡ് ദ വെൽഫെയർ ഓഫ് ദി കോമൺ പീപ്പിൾ. ദിസ് പ്രൊജക്ട് മേ ബി ഗ്രൂപ്പ്ഡ് ആസ് ഫോളോസ്. അപ്പം ഈ നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഒന്നിനൊന്നും ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ പർപ്പസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകളാണ് നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബാലൻസിങ് പ്രൊജക്റ്റ് വരും, മോഡേണൈസേഷൻ പ്രൊജക്റ്റ് വരും, റീപ്ലേസ്മെൻറ്റ് പ്രൊജക്റ്റ്, എക്സ്പാൻഷൻ പ്രൊജക്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊജക്റ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. അപ്പോൾ ഓരോന്നിനും ചിലപ്പോൾ മോഡേണൈസ് ചെയ്യാനായിരിക്കും, ഇല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും, അതുമില്ലെങ്കിൽ വൈവിധ്യവൽക്കരിക്കാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ പുനരധിവാസം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഓരോ നീഡിനെ ബേസ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകളെ നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് പ്രൊജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ്, നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ്, സെക്ടർ പ്രൊജക്റ്റ്, ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ്, അതുപോലെ അക്കോർഡിംഗ് ടു ദ അർജൻസി ഓഫ് ദി എക്സിക്യൂഷൻ വെച്ചിട്ട് നോർമൽ പ്രൊജക്റ്റ്, ക്രാഷ് പ്രൊജക്റ്റ് ആൻഡ് ഡിസാസ്റ്റർ പ്രൊജക്റ്റ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ്, സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ്, ദെൻ ലാസ്റ്റ് നീഡ് ബേസ്ഡ് പ്രൊജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.